അണിയറ പ്രവർത്തകർ നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ തത്സമയം കൊടുത്തതാണ്. സംവിധായകൻ പറയുന്നു ഞങ്ങളെ വാക്കാൽ കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ രേഖാമൂലം ഒരു കാര്യം പോലും അറിയിച്ചിട്ടില്ല, ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇതെല്ലാം പറയുന്നത് സിനിമയുടെ സംവിധായകനാണ്. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി? ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് പാടില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞോ സെൻസർ ബോർഡിലെ ആളുകൾ? അല്ല, ബി ഉണ്ണികൃഷ്ണനോട് പറഞ്ഞോ? ബി ഉണ്ണികൃഷ്ണനാണ് ഇക്കാര്യം ആദ്യമായി പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് സിനിമയുടെ സംവിധായകൻ, ആ സിനിമയിലെ നായക കഥാപാത്രമായ സുരേഷ് ഗോപി, ഇവരാരും ഈ പ്രതികരണം ഈ നിമിഷം വരെ നടത്തിയിട്ടില്ല. JSK എന്ന പടവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി പറയാൻ ചുമതലപ്പെട്ട ആളുകൾ ആരെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയോ എന്നതാണ് ചോദ്യം. ഇവിടെ സംവിധായകന്റെ തന്നെ പ്രതികരണം വരുന്നത് ഈ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം. പക്ഷേ ഇത് ഞാൻ എടുത്തു നോക്കി, സൗണ്ട് ബൈറ്റ് ബി ഉണ്ണികൃഷ്ണന്റെ കിടക്കുന്നത് 22-ാം തീയതിയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ജൂൺ 26-ാം തീയതി. 4 ദിവസം മുൻപേ അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ഇതെങ്ങനെ അറിഞ്ഞു? ബി ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുക? അപ്പോൾ സെൻസർ ബോർഡിനെ കുറിച്ച് പറഞ്ഞത് അന്ന് ഈ MP പത്മകുമാറിന്റെ സിനിമയ്ക്ക് പ്രശ്നമുള്ളതിനെ കുറിച്ച് ഈ ബി ഉണ്ണികൃഷ്ണൻ അറിയാമല്ലോ. അന്നും ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്നത് ഇതേ ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അന്ന് എന്തുകൊണ്ട് ഈ ആർജവത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ബൈറ്റ് തന്നില്ല? ഈ സംഭവം നടക്കുന്ന മെയ് 22-നാണ്. മെയ് 22 മുതൽ ഇന്ന് വരെയുള്ള ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഞാൻ എടുത്തു നോക്കി, വന്നിട്ടില്ല എന്നതാണ് വസ്തുത. ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ രണ്ട് നീതിയാണോ? സുരേഷ് ഗോപി ഉന്നത കുലജാതനായതുകൊണ്ടാണോ ബി ഉണ്ണികൃഷ്ണൻ ഇത്ര പെട്ടെന്ന് ഇതിൽ ഇടപെട്ടത്? സുരേഷ് ഗോപിയോടുള്ള സ്നേഹം കൊണ്ടാണോ? എന്താണ് അതിന്റെ കാരണമെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറയണം.